നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നിൽക്കുന്ന സത്യഭാമ ഒരു തവണ ഒരൊറ്റ തവണ എന്നെ സാറേ ഒന്ന് വിളിക്കണം. തോക്കും വാങ്ങി അത് കൈപ്പറ്റിയതായിട്ടുള്ള റെസീപ്റ്റും തന്ന് ഈ പോലീസുകാരെയും കൊണ്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. സത്യഭാമേ, ഈ പ്രായത്തിൽ കേസും കോടതിയും ജയിൽവാസവും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സത്യമേ, ചന്ദ്രബോസേ, നമുക്ക് പോകാം. കഴുതയുടെ തലയിൽ ക്യാപ്പ് വെച്ചാലേ കുതിരക്കുട്ടി അതിനെ കമ്മീഷണർ എന്ന് വിളിക്കില്ല ചന്ദ്രബോസേ. സർ, നടക്ക സത്യാമേ. നിക്ക്. രാഘവ സാറേ, ഞങ്ങളുടെ ഡ്യൂട്ടി നടപ്പിലാക്കാൻ അനുവദിക്കുന്നോ അതോ? വിഷ്ണു, നിയമപ്രകാരമുള്ള നടപടികൾ അവർ ചെയ്യുന്നത്. ബാക്കി നോക്കാനുള്ള അവകാശം അതേ നിയമത്തിൽ തന്നെ നമുക്കുമുണ്ട്. നീ വഴിമാറ്. അമ്മ ഇവരെങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല അച്ഛാ. വിഷ്ണു, പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. ചന്ദ്രബോസേ, നിങ്ങൾക്ക് വേണ്ടത് അനധികൃതമായ ആയുധം സൂക്ഷിച്ച കേസിലെ പ്രതിയല്ലേ? അത് അമ്മയല്ല, ഞാനാ. അതെങ്ങനെയാടാ? സത്യഭാമയുടെ പേരിലല്ലേ തോക്കിന്റെ ലൈസൻസ്? ജൂൺ 30-നല്ലേ കളക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേ. അക്കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. തോക്ക് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അന്ന് തന്നെ അത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. തോക്ക് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തു അമ്മയോട് കള്ളം പറഞ്ഞ് ഞാനാ അത് കൈവശം വെച്ചിരുന്നേ. അതായത് സത്യഭാമയുടെ ബെഡ്റൂമിലെ ഡ്രോയറിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്ത തോക്ക് നീ അമ്മ അറിയാതെ സൂക്ഷിക്കുകയായിരുന്നു. കൊള്ളാം കൊള്ളാം. കഥയൊട്ടും വിശ്വാസയോഗ്യമല്ലല്ലോ വിഷ്ണു. മകൻ അമ്മയോടുള്ള സ്നേഹപ്രകടനം 90s സിനിമയിലുള്ള ക്ലീഷേ സീനാണല്ലോടാ. ലോകത്തെ ഒരു പോലീസുകാരും ഇത് വിശ്വസിക്കില്ല. പക്ഷേ കേസ് നിന്റേതായതുകൊണ്ട് ഞാനതങ്ങ് വിശ്വസിക്കുക. ഇത് പിടിക്കണോ? എനിക്ക് നീ മതി വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, ഞാൻ ഗിരിയ. എന്തായടാ? ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തോ? ചെയ്തു. കാര്യങ്ങളൊക്കെ കൊച്ചമ്മ വിചാരിച്ച പോലെ തന്നെ നടന്നു. എന്നിട്ട് വീഡിയോ എത്തിക്കാൻ പറഞ്ഞെടുത്ത് തന്നെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കാണുകയും ചെയ്തു. ആ സുജാതയും അവരുടെ ഭർത്താവും കൂടെ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനത്തിലാ. ആണോ? അതെ കൊച്ചമ്മേ. അവരിപ്പോ അവളുടെ വീട്ടിലേക്ക് വരും. കൊച്ചമ്മ കൂടെ അങ്ങോട്ട് വരികയാണെങ്കിൽ ആ കാഴ്ച കണ്ണു നിറച്ച് കാണാം. ഞാൻ വരുവടാ. അതിലും മനോഹരായ എന്ത് കാഴ്ച എനിക്ക് കാണാനുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കാം. എന്തായാലും നീ മിടുക്കനാടാ. ഇത്ര പെട്ടെന്ന് നീ എല്ലാം നടത്തി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. എങ്കിൽ ശരി.
സുജാതെ, കാര്യം ഇവൻ കാശിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്നവനാണെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാ അത് വള്ളി പുള്ളി തെറ്റാതെ പറയാനറിയാം. മിടുക്കനാ. എന്താ അമ്മേ? അതെ, പെട്ടെന്ന് ഒരിടം വരെ പോണം. എങ്ങോട്ട്? നീ കരഞ്ഞു കരഞ്ഞൊരു കാര്യം ആവശ്യപ്പെടാറില്ലേ എന്നോട്? നിത്യയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണോന്ന്. അത് മുടങ്ങാൻ പോവാ. ആ സുജാതയും ഭർത്താവും ഇപ്പൊ ഏട്ടന്റെ മുറ്റത്തെത്തും. ഇങ്ങനെ ഒരുത്തി ഞങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് വേണ്ടാന്ന് പറയാം. അതെങ്ങനെയാ അമ്മേ? അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം. നീ ഇങ്ങ് പാടാ. വേഗം വാ. ഏട്ടാ, ഏട്ടാ, ഹൂയ്. ഒന്ന് ഇറങ്ങി വാ ഏട്ടാ. ഒരു പാവപ്പെട്ട നളിനി ഇവിടെ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അച്ഛനും മോളും കൂടെ അകത്ത് ഒളിച്ചിരിക്കണോ? ഒന്ന് ഇറങ്ങി വന്നാട്ടെ. ഞാനൊന്ന് കണ്ണ് തുറന്ന് കാണട്ടെ രണ്ടെണ്ണത്തിന്. എന്തായിരുന്നു? അച്ഛന്റെ മോളുടെ അഹങ്കാരം അവസാനിച്ചോ? മഹാറാണിയും കുടുംബവും എല്ലാം അവസാനിപ്പിച്ചു പോയല്ലേ? എടി, നീയൊക്കെ ദൈവത്തിനോട് കൈകൂപ്പി യാചിക്കും. പക്ഷേ ദൈവം നിനക്കൊന്നും വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എന്നാലേ ഈ നളിനിക്ക് പോരിക്കോരി തരും. അതുകൊണ്ടാടി ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. എവിടെ നിന്റെ അച്ഛൻ? ഞാനൊന്ന് കാണട്ടെ ആ മഹാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിന്നേ സന്ധ്യ ഡോക്ടറെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർക്കാതെയാ ഞാൻ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞത്. നമുക്ക് മറ്റൊരു ദിവസം പോയാ പോരെ? അയ്യോ, പെണങ്ങല്ല സച്ചേട്ടാ. നമുക്ക് നാളെയോ മറ്റൊരു ദിവസം ഉറപ്പായിട്ടും പോവാം. പ്ലീസ് സച്ചേട്ടാ, എന്റെ സച്ചേട്ടനല്ലേ, പെണങ്ങല്ലേ? അമ്പലത്തിൽ ഉറപ്പായിട്ട് നമുക്ക് പോവാം. അതിന് താൻ അമ്പലത്തിൽ വരാത്തോണ്ടാ ഞാൻ പിണങ്ങിയെന്ന് തന്നോട് ആര് പറഞ്ഞു? പിന്നെ പിന്നെ ഒന്നുമില്ല. പിന്നെന്തിനാ ഈ പിണങ്ങി നിൽക്കുന്നേ? ഇന്നലെ ഞാൻ അടുത്ത് വന്നപ്പോ ഇന്ന് അമ്പലത്തിൽ ശുദ്ധിയായിട്ട് പോണെന്ന് പറഞ്ഞിട്ടല്ലേ താൻ മാറിക്കിടന്നേ? അതോർത്താ ഞാൻ പിണങ്ങി നിൽക്കുന്നേ. അത്ര ഉള്ളോ കാര്യം? അത് ഞാനിന്ന് സന്ധ്യ ഡോക്ടറെ കാണാൻ പോണെന്ന് പറഞ്ഞത് മറന്നുപോയതുകൊണ്ടല്ലേ? ഇതിപ്പോ അമ്പലത്തിൽ പോവാനും പറ്റിയില്ല, മാറിക്കിടക്കേണ്ടിയും വന്നു. ഇങ്ങനാണെങ്കിൽ കുഞ്ഞൊന്നും സ്വപ്നം മറക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ പറയല്ലേ. എല്ലാം നമുക്ക് ശരിയാക്കാം. ഞാൻ സച്ചിനോട് വേറൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. എന്തേ? ഒരു തവണ ചോദിച്ചത് തന്നെയാ. കൂടുതലായി അറിയാനൊരാഗ്രഹം. ചോദിക്കേ. നന്ദേട്ടൻ അവന്തിയെടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പേ ഏതൊരു അമ്മാവന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ അമ്മാവന്റെ പേരറിയോ സച്ചേട്ടന്? അദ്ദേഹത്തിന്റെ പേര് അന്ന് എന്തോ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഹരിഹരൻ എന്നായിരുന്നോ? അതെ, ഹരിഹരൻ. അത് തന്നെയായിരുന്നു. അല്ല, തനിക്ക് എവിടെ നിന്ന് കിട്ടി ഈ പേര്? ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. താൻ കുറച്ചു ദിവസമായല്ലോ ഏട്ടത്തിയുടെ ജീവചരിത്രവും തിരക്കി നടക്കുന്നു. എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ അന്ന് പറഞ്ഞില്ലേ
ചുമ്മാ ഒരു കൗതുകം. പല കാര്യങ്ങളിലും ഏട്ടത്തെ എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുക. അപ്പോ കൂടുതലായി അറിയണമെന്ന് തോന്നി. ഓ, ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ആ, ഈ ഹരിഹരൻ എന്ന അമ്മാവന്റെ വീട്ടില് എപ്പോഴെങ്കിലും സച്ചേട്ടൻ പോയിട്ടുണ്ടോ? ഇല്ല. അച്ഛനും നന്ദേട്ടനും മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ തന്നോട് പറഞ്ഞതൊക്കെ ഞാനും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രാ. നമ്മുടെ വിവാഹത്തിന് അച്ഛൻ ചെന്ന് ക്ഷണിച്ചായിരുന്നു. അദ്ദേഹം വന്നില്ല. നന്ദേട്ടൻ പോയതുകൊണ്ടും ഏട്ടത്തിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും നമ്മളോട് ഒരകൽച്ചയാ. നന്ദേട്ടൻ പോയ സമയത്ത് അദ്ദേഹം ഏട്ടത്തെ തിരികെ വിളിച്ചുകൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചായിരുന്നു. ഏട്ടത്തി പോകുന്നതിനോട് അച്ഛന് താല്പര്യമില്ലായിരുന്നു. അത് മനസ്സിലാക്കി ഏട്ടത്തി ഇവിടെ തന്നെ നിന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊന്നുമില്ല. ഏട്ടത്തിക്ക് ചിലപ്പോൾ കോണ്ടാക്ട് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന കറക്റ്റ് സ്ഥലമോ കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരുമോ സച്ചേട്ടൻ? ആ, അല്ല, മറ്റൊന്നിനും അല്ല. അദ്ദേഹത്തിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അവധിയടുത്തേക്ക് ആകെയുള്ളൊരു അമ്മാവനല്ലേ. അപ്പോ നമ്മുടെ ഈ കുടുംബമായിട്ട് അകന്നു കഴിയേണ്ട ഒരാളും അല്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിന്റെ മേൽവിലാസം ഒന്ന് സംഘടിപ്പിച്ച് തരാമോ സച്ചേട്ടാ? ഞാനൊന്ന് നോക്കട്ടെ. തനിക്ക് സംഘടിപ്പിച്ചു തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. മുത്തശ്ശി മരിച്ചതിന്റെ വേദന തീരുന്നതിന് മുൻപേ ശ്രീകുട്ടി ചേച്ചിയുടെ ഈ പ്രശ്നം കൂടി വന്ന്. ശ്രീകുട്ടി ചേച്ചി പിണങ്ങിപ്പോയതല്ല എന്ന് അമ്മ ശരിക്കും വിശ്വസിച്ചിരുന്നതാ. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. എന്നോടും സ്വാതിയുടെ കാര്യം കുറച്ചു മുൻപ് കൂടി ചോദിച്ചതേ ഉള്ളൂ. അവൾ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കുറച്ചു ദിവസം നിൽക്കാൻ പോയതാണെന്ന് ഞാനങ്ങ് തീർത്തും പറഞ്ഞു. അതെ, ഞാനൊന്ന് ചന്ദ്രകാന്തം വരെ പോയാലൊന്ന് ആലോചിക്കുന്ന. സ്വാതിയുടെ അടുത്തേക്കോ? എന്തിന്? ചേച്ചി ഒന്ന് കാണണം. എന്താ പിണക്കത്തിന് കാരണമെന്ന് എനിക്കറിയണം. എങ്ങനെയും ഇവിടേക്ക് വിളിച്ചോണ്ട് വരണം. ലച്ചു, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? ചേച്ചി പറയുന്നത് ഇതുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞാ മതി. എന്തായാലും നീ ഈ അടുത്ത കാലത്തൊന്നും ചന്ദ്രകാന്തത്തിൽ പോണ്ട. പിന്നെ ചേച്ചി ഇവിടേക്ക് വിളിക്കുന്നത് എങ്ങനെയാ? നീ ചെന്ന് വിളിച്ച ആ നിമിഷം സ്വാതി ഇറങ്ങി ഇവിടേക്ക് വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനൊരു വിശ്വാസം നിനക്കില്ലല്ലോ. പിന്നെ നീ അവിടേക്ക് എന്തിനാ പോകുന്നേ? ചേച്ചി, അത് ഞാൻ എന്തിനാ ലച്ചു അവിടെ ചെന്ന് വല്യച്ചിയുടെ വായിലിരിക്കുന്നത് വെറുതെ കേൾക്കുന്നേ? അതിന്റെ വല്ല ആവശ്യം നിനക്കുണ്ടോ? ഒന്നാമത് കവിതേച്ചി വല്യേച്ചി ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഒടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കുറ്റക്കാരി നീ മാത്രമാവും. വല്യേച്ചി മാത്രം എന്താ ഏതാ പറയാന്ന് ആർക്കും ഒരു നിശ്ചയം ഉണ്ടാവില്ല. എന്തിനാ വെറുതെ വല്യേച്ചിയുടെ വഴക്ക് കേൾക്കാൻ പോകുന്നേ? അത് സഞ്ജു സ്വാതി തമ്മിലുള്ള എന്തൊക്കെയോ സൗന്ദര്യ പിണക്കങ്ങളാ. അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ഒടുവിൽ അവര് തന്നെ അത് പറഞ്ഞു തീർത്തോളും. അത് തന്നെയാ നല്ലത്. അറിഞ്ഞോ, മുത്തശ്ശിയുടെ കൊലപാതകയില്ലേ ആ ജാക്കി, അവൻ പോലീസ് വലയിലായി. അവനെ പോലീസ് പിടിച്ചോ? ശരിക്കും ജാക്കിയെ പോലീസ് പിടിച്ചതാ. പക്ഷേ ഒടുവിൽ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടോ? എങ്ങനെ? അതിവിദഗ്ധമായി ഒരു ലേഡി അവനെ രക്ഷിച്ചു പോലീസ് പറയുന്നേ. ലേഡിയോ? പോലീസിന്റെ കയ്യിൽ നിന്നും ഒരു ക്രിമിനലിനെ രക്ഷിക്കാനോ? അത്രയും സാമർത്ഥ്യമുള്ള ആ ലേഡി ആരാ? അതല്ലേ അത്ഭുതം. ഇതുവരെ ആളെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജാക്കിയെ രക്ഷിച്ച് ആ ലേഡി കേരള അതിർത്തി കടത്തിയിട്ടുണ്ടെന്നാ പോലീസ് പറയുന്നേ. എന്നാലും അങ്ങനെ ഒരു ലേഡി അതാരാവും? എന്തായാലും പോലീസ് ആ ലേഡിയെ കണ്ടെത്തും. മുത്തശ്ശിയുടെ മരണത്തിൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ പറ്റില്ലേ ഡോക്ടർ? ലച്ചു ടെൻഷൻ ആവണ്ട. താമസിയാതെ ജാക്കി പോലീസ് വലയിലാവും. സത്യം തെളിയിക്കുകയും ചെയ്യും. ലച്ചു സംശയിക്കണ്ട. സത്യം അധികനാൾ
മൂടി വെക്കാനൊന്നും ആർക്കും കഴിയില്ല. ലച്ചു ഇങ്ങനെ മനമൊരുകി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വെറുതെ ആവോ? ഇല്ല, ഒരിക്കലും ആവില്ല. ലച്ചുന്റെ ദേവി ആ ജാക്കിയെ ലച്ചുന്റെ മുന്നിൽ കൊണ്ടു നിർത്തും, അതിലൊരു സംശയമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നടക്കില്ലടി. നീ ഗൗതത്തെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ കൂടെ കൂടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മോഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഒരു രാത്രിയെങ്കിലും ഞാൻ കഴിഞ്ഞേനെ. നിന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനാ ഞാൻ നിന്റെ പിന്നാലെ നടന്നത്. ആ പകയിൽ നീയും പെടും. മേലെന്റെ ഫോണിൽ വിളിച്ചു വരുന്നു. അവൾ അങ്ങനെയൊന്നും പിടിവിടില്ല. നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന്റെ രേഖ അവളുടെ പക്കലുണ്ട്. ഏട്ടനത് ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ അവൾ ഒരു പടി മുൻപിൽ നിന്നു. എന്റെ ഫോണിലേക്ക് അവൾ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അയച്ചു തന്നിട്ടുണ്ട്. മാണിക്യമംഗലം ഏട്ടന്റെ പേരിലാണെന്ന കാര്യം കവിതയ്ക്കറിയാം. ആ പ്രോപ്പർട്ടിക്ക് വിറ്റാൽ കിട്ടുന്ന തുകയും അവൾക്കറിയാം. കവിത കണ്ണുവെച്ചിരിക്കുന്നത് അതില. ഞാനത് അവൾക്ക് കൊടുത്തിട്ട് വേണ്ടേ? ജീവനാംശമൊക്കെ ചോദിച്ചു വരാൻ എന്തർഹത അവക്കുള്ളത്? എന്നെ കീഴ് ജീവനക്കാരനാക്കി മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തിയവളവൾ. ഏത് ഭാര്യയ്ക്ക് അതിന് കഴിയും? അവൾക്കതിന് കഴിയുമെന്ന് തെളിയിച്ചു തന്നില്ലേ? ഏട്ടനെയും സ്വന്തം അമ്മയും കൊന്നവൾക്ക് ഇങ്ങനൊരു നാടകം കളിക്കാനാണോ പ്രയാസം? ദേ, ഏട്ടൻ വളരെ സൂക്ഷിക്കണം. കവിതയ്ക്ക് പണത്തിൽ കവിഞ്ഞ് ഒരു ചിന്തയുമില്ല. അതിനവൾ ആരെയും കൊല്ലും. ഗൗരിക്കെന്താ പേടി വന്നുണ്ടോ? എനിക്കറിയാം അവൾ ഏതറ്റം വരെ പോകുന്നു. പക്ഷേ എന്റെ നേരെ വരാൻ അവൾ ഭയപ്പെടും. വിഡ്ഢിത്തം പറയല്ലേ. ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലണമെന്ന് തോന്നിയാൽ അതിനൊരു പ്രയാസവും ഇല്ല. പലർക്കും അതിന് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ അതിന് ശ്രമിക്കാതിരുന്നത്. കവിതയെ നമ്മൾ ഭയപ്പെട്ടേ തീരൂ. മനസ്സ് വ്രണപ്പെട്ട പെണ്ണിനോളം അപകടകാരിയായി ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. നീ പറയുന്നത് അവളെന്നെ കൊല്ലൂന്നാണോ? എങ്കിൽ ആളെ കൂട്ടി അവൾ വരട്ടെ. ആ ഡേവിഡ് ജാക്കിയല്ലേ അവളുടെ വലം കൈ. എന്റെ മുന്നിൽ അവന് മുട്ടിടിക്കും. കവിതയ്ക്ക് അവനെ പരിചയപ്പെടുത്തിയതേ ഞാനാ. അവള് മനസ്സിൽ കാണുന്നത് ഏട്ടന്റെ മരണമാണെങ്കിലോ? ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ച മാണിക്യമംഗലത്തെ സ്വത്തിന് അവകാശിയാകാൻ പോകുന്നത് ഏട്ടന്റെ ഭാര്യ കവിതയാ. കവിതയെ പോലൊരു കൊടും ക്രിമിനലിന് എന്തുകൊണ്ട് ആ വഴിക്ക് ചിന്തിച്ചൂടാ? അവൾ ഏട്ടനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനു മുൻപ് എനിക്ക് അവളെ പൂട്ടണം. മംഗലശ്ശേരിയിൽ ഒരാൾ കാരണം എനിക്കൊരു ഏട്ടനെ കൂടി നഷ്ടപ്പെടാൻ പാടില്ല. അവളെ എങ്ങനെ പൂട്ടുന്നാ നീ പറയുന്നേ? അതിനുള്ള വഴി അവള് തന്നെ തെളിയിച്ചു തന്നില്ലേ? വസുമതിയമ്മയുടെ കൊലപാതകം അവൾ ആരെ കൊണ്ട് അത് ചെയ്യിച്ചാലും ഒന്നാം പ്രതി കവിത തന്നെയാ. ഇനി എന്റെ നീക്കം കവിതയെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കാൻ തന്നെയാ. ജയിലിലായി കഴിഞ്ഞാൽ അവൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണാ. അതൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടോ അങ്ങനെ ഒരു സ്ഥാനം കമ്പനിയിൽ എനിക്ക് വേണമെന്ന് വിശാൽ സാറിനോട് പറഞ്ഞിട്ടോ കിട്ടിയതല്ല. സാറായിട്ട് എന്നെ ആ കസേരയിൽ ഇരുത്തിയതാ. പക്ഷേ എനിക്ക് കിട്ടിയ ആ സ്വർണ്ണാഭരണങ്ങളെക്കാളും കമ്പനിയിലെ എന്റെ പദവിയെക്കാളും ഞാൻ വിലമതിക്കുന്നത് മറ്റൊന്നാ, വിശാൽ സാറിന്റെ ഭാര്യ എന്ന സ്ഥാനം.
അതാ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. വിശാൽ സാറിന്റെ ഭാര്യയായിട്ടിരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക, അതാണ് മഹത്തരം. അതുകൊണ്ടാ പലപ്പോഴും ഞാൻ ഓഫീസിലേക്ക് പോവാതെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയുന്നത്. അതാണ് ഒരു ഭാര്യയുടെ കടമ. ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം വിശാൽ സാറിന്റെ ഭാര്യയാവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിലുള്ള സന്തോഷം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, പല്ലവിക്ക് എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്? ആഭരണങ്ങൾ അണിഞ്ഞ് ഇവിടുത്തെ മരുമകളാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതാണോ? ഓഫീസില് ഉയർന്ന ജോലി കിട്ടുന്നതാണോ? അതോ വിപിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വിപിന്റെ ഭാര്യയായി മാത്രം ജീവിക്കുന്നതാണോ? പറയ, ഏതാ നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? പല്ലവി, നീ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ വിപിനോട് വിശദമായിട്ട് സംസാരിച്ചു. അവനെ ഞാൻ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ കള്ളം പറഞ്ഞ് അവനെ വിവാഹം കഴിച്ചെന്ന് അവനിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിന്നോടുള്ള എല്ലാ വെറുപ്പും അവൻ മറന്നു കഴിഞ്ഞു. ഇനി സ്നേഹത്തോടെ ഐക്യത്തോടെ നിന്നെ ഭാര്യയായി അംഗീകരിച്ച് ജീവിക്കാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. വിപിൻ നിന്നെ ഭാര്യയായി അംഗീകരിച്ചു കഴിഞ്ഞ നീ പിന്നെ ഈ വീടിന്റെ മരുമകൾ തന്നെയല്ലേ മോളെ? വിപിൻ നിന്നെ അംഗീകരിക്കുന്നതോടെ ആഭരണങ്ങളും പദവിയും ഒന്നുമില്ലെങ്കിലും നിന്നെ ഈ വീട്ടിലെ മരുമകളായി പ്രഭാവതി അമ്മ അടക്കമുള്ള സകലരും അംഗീകരിക്കും. പാർവതി പറഞ്ഞ സത്യ. എനിക്കിപ്പോ നിന്നോട് യാതൊരു വിരോധവുമില്ല. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുണ്ടായിരുന്ന വിദ്വേഷമെല്ലാം പാർവതി ഉപദേശിച്ച് മാറ്റിയെടുത്തു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ അവഗണിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ടിനെ ഞാനും നീയും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാം. അത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ആ വാക്കിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. പല്ലവി, ഇനി മരണം വരെ നിന്റെ നല്ല പാതിയായി ഞാനുണ്ടാവും. മതി, എനിക്കിത് കേട്ടാ മതി. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ഞാൻ ചോദിച്ചതിനേക്കാൾ വലിയൊരു സമ്മാനം ചേച്ചി എനിക്ക് തന്നു. അതെന്താ അത്ര വലിയൊരു സമ്മാനം? അതോ, വിപിൻ സാറ് ഇനി ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടില്ലല്ലോ. ഇനി എന്നും പിണക്കമൊക്കെ മറന്ന് എന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാന്ന് വിപിൻ സാറ് ചേച്ചിക്ക് വാക്കു കൊടുത്തിരിക്കുക. ഇങ്ങനെയൊക്കെ ആയതിന് പ്രഭാവതി അമ്മയോട് നന്ദി പറയണമെന്ന് ചേച്ചി പറഞ്ഞു. എന്നോട് നന്ദി പറയാനോ? എന്നോടെന്തിനാ നന്ദി പറയുന്നത്? അമ്മയോട് നന്ദി പറയണം. അതിപ്പോ ചേച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ നന്ദി പറയുമായിരുന്നു. അല്ല, അതിനെന്താ ഇപ്പൊ കാരണം? അത് പറ. അമ്മയാണല്ലോ ആഭരണങ്ങളും ജോലിയും ചോദിക്കാൻ വേണ്ടി എന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ആ, അല്ല, ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്ത് കാര്യം? നിനക്ക് സ്വർണവും ജോലിയൊന്നും നിന്റെ ചേച്ചി തന്നില്ലല്ലോ. ഇല്ല, പക്ഷേ അതൊന്നും അല്ലല്ലോ സന്തോഷത്തിന്റെ അടിസ്ഥാനം. സന്തോഷത്തിന്റെ അടിസ്ഥാനം നല്ല കുടുംബജീവിതം. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ പരം ഒരു സന്തോഷം മറ്റൊന്നിൽ നിന്നും കിട്ടില്ലെന്നാ ചേച്ചി പറഞ്ഞത്. സ്വർണവും ജോലിയൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ചേച്ചി അത് പറഞ്ഞപ്പോ എനിക്കും അത് ശരിയായി തോന്നി. ഇനി എന്റെ ലക്ഷ്യം സ്നേഹം കൊണ്ട്
വിപിൻ സാറിന്റെ മനസ്സ് കീഴടക്കുക. എന്നോടുള്ള വെറുപ്പ് മറന്നെന്ന് സാറ് ചേച്ചിക്ക് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് സാറിന്റെ മനസ്സിൽ ചേക്കേറാൻ എനിക്കിനി ഈസി ആയിട്ട് കഴിയും. വിപിൻ സാറിനോട് വഴക്കിടരുതെന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് സത്യം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നോട് പിണങ്ങരുതെന്ന് വിപിൻ സാറിനോടും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വിപിൻ സാറെ അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അല്ല പല്ലവി, നിന്നോടുള്ള വെറുപ്പ് ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടും അവന്റെ ചേട്ടൻ വിശാല് പറഞ്ഞിട്ടും കേൾക്കാത്ത വിപിൻ എന്താ ഇപ്പൊ നിന്റെ ചേച്ചി പറയുന്നത് മാത്രം അനുസരിക്കുന്നത്? അതിലെനിക്ക് എന്തോ കുഴപ്പം തോന്നുന്നുണ്ട്. പല്ലവി, നിന്റെ ചേച്ചിയുടെ ഈ നീക്കങ്ങൾ നിന്റെ നന്മയ്ക്കാണോ അതോ നാശത്തിനാണോന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഞാനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഏതായാലും വിപിൻ സാറിന് എന്നോടുള്ള ഇഷ്ടക്കേടും വൈരാഗ്യമൊക്കെ മാറിയല്ലോ. എനിക്ക് അത് മതി. ഇനി ആരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയില്ല. ആന്റി, ആന്റിയുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ. ആന്റി പാർവതിക്കെതിരെ പല്ലവിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അയച്ചപ്പോഴേ ആന്റി മനസ്സിൽ കണ്ടത് അവളെ മാനത്ത് കണ്ടു. പാർവതിക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ കൂടി തിരിച്ച് നമുക്ക് നേരെ തന്നെയാണല്ലോ വരുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം എന്റെ അക്കിമോന്റെയാ. ഇതെന്റെ അക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. എവിടെ പോയാലും ഈ ഉടുപ്പ് തന്നെ ഇടണം, ഇല്ലെങ്കിൽ പിണങ്ങായിരുന്നു. മഹാവികൃതിയായിരുന്നു എന്റെ അക്കി. ഇനി എന്റെ കുഞ്ഞക്കിയും കുസൃതിക്കൊട്ടും മോശാവില്ല. അല്ല, ഈ അമ്മയ്ക്ക് എന്താ വട്ടായോ? പഴയ ഡ്രസ്സൊക്കെ എടുത്ത് ഉമ്മ വയ്ക്കുന്നു. അമ്മേ, ഇതെന്താ ബിസിനസ് ഒക്കെ മതിയാക്കി അമ്മ ആക്രി കച്ചവടം തുടങ്ങിയോ? അതോ തലയ്ക്ക് സുഖമില്ലാതായോ? ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. അല്ല, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഇതൊക്കെ എന്താ ആക്രി സാധനങ്ങളാ? അല്ല, ഇതെല്ലാം എന്റെ കുഞ്ഞക്കിമോന്റെയാ. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഈ പഴയ ഡ്രസ്സും ഈ പൊട്ടിപ്പൊളിഞ്ഞ കളിപ്പാട്ടങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നോ? അതെന്തിനാ അമ്മ? തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള പഴയ ഓർമ്മകൾ ഏതൊരമ്മയ്ക്കും വല്ലാത്ത സുഖ. അതൊക്കെ ഒരമ്മയ്ക്ക് മനസ്സിലാവും. ഒരമ്മയ്ക്ക് മനസ്സിലാവും. മറ്റാർക്കും അതൊന്നും മനസ്സിലാവില്ലേ? ഇല്ല. ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിച്ച് സ്നേഹിച്ചോമനിച്ച് വളർത്തിയിട്ടുള്ളവർക്കേ അത് മനസ്സിലാവും. ആ മാത്രമുള്ള ഓർമ്മകൾ അനുഭവിക്കണമെങ്കിൽ നീ ഒരമ്മയാവണം. എന്താ അമ്മ ഇവിടെ? ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കുമ്പോഴാ
ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാവുന്നെന്ന് ഞാൻ ഐശ്വര്യയോട് പറയായിരുന്നു. അല്ല, അതിനകത്ത് എന്താ അമ്മേ? ആ ഇതെല്ലാം അഖിയുടേതാണോ അമ്മേ? ഇതെല്ലാം കാണുമ്പോ അവന്റെ ആ പഴയ കുസൃതിയും ഓട്ടവും പുഞ്ചിരിയും എല്ലാം ഞാൻ അറിയാതങ്ങ് ഓർത്തു പോവാ. ഇപ്പൊ അമ്മയ്ക്ക് ഏതായാലും ഒരു കുഞ്ഞാക്കി മോനെ കിട്ടാൻ പോവല്ലേ? ഇപ്പൊ അതിന്റെ ത്രില്ലിലാ ഞാൻ. ആ ഞാൻ ഐശ്വര്യയോടും അമൃതയോടും ഒരു കാര്യം പറയാനിരുന്നതാ. എന്താ അമ്മേ? നിങ്ങൾ രണ്ടാളും ശ്യാമയുടെ വീട് വരെ ഒന്ന് പോണം. എന്തിന്? അഖിമോനെ ശ്യാമയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനി അവര് ഇവിടെ നമുക്കൊപ്പം കഴിഞ്ഞാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും അമൃത ഐശ്വര്യയും ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ശ്യാമയും അഖിയും ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ കാര്യം ഞാൻ ഏറ്റമ്മ എന്തായാലും. എന്നാൽ രണ്ടാളും ചെന്നു, വൈകിക്കണ്ട. ചെല്ലേ. വസു ഇപ്പൊ എടുത്തത് ഉചിതമായ തീരുമാനം തന്നെ. നമ്മുടെ അഖിമോന്റെ കുഞ്ഞ് വളരേണ്ടത് ഈ വീട്ടിൽ തന്നെയാ. പിന്നെ ഇത് വിശ്വസിക്കാലോ. ദേ, പഴയതുപോലെ അവര് രണ്ടാളും വന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ. ഏയ്, ഞാൻ ആത്മാർത്ഥതയോടെയാ ശ്യാമയും അഖിയും ഇവിടേക്ക് വിളിക്കുന്നേ. ഇനിയും പഴയതുപോലെ പ്രശ്നം ഉണ്ടാക്കാനാണ് അവരെ വിളിക്കുന്നെങ്കിലേ ഞാനൊരു കാര്യം ഇപ്പോഴേ പറയാം. ഇനി വിളിച്ചു വരുത്തി വസു അവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്റെ കൈന്റെ ചൂട് വസു അറിയുവേ, ഓർത്തോണം. ചേച്ചി ടെൻഷൻ ആവാതെ. ഐശ്വര്യയുടെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ ആരായാലും ഇതൊക്കെ തന്നെ ചെയ്യൂ. അവരുടെ പക്ഷത്ത് നോക്കുമ്പോ അവരാണ് ശരി. എനിക്കതറിയാം ശ്യാമേ. അരുണും ഐശ്വര്യ സുഖമായിട്ട് ജീവിച്ചോട്ടെ. അവർക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ മോളെയും കൊണ്ട് എവിടെയെങ്കിലും പൊയ്ക്കോളാം. ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മോളെയും കൊണ്ട് ഇനി മറ്റെവിടെ പോവാനാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അരുണും ഐശ്വര്യക്കും ഞാനൊരു ശല്യം ആവരുതെന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയും കാലം ഒറ്റപ്പെട്ട് തന്നെയല്ലേ കഴിഞ്ഞത്. ഇനി അത് മതി. എനിക്കും മോൾക്കും ആകെ ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ശ്യാമയും അഖിയുവാ. നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ബാധ്യതയാവാൻ പാടില്ല. ചേച്ചി എന്തായാലും അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ചേച്ചി ഇപ്പൊ ആ വീട് വിട്ട് എങ്ങും പോകുന്നില്ല. ഐശ്വര്യ അടുത്തേക്ക് എന്താ ചെയ്യാനുള്ളത് നോക്കട്ടെ. അതെന്ത് തന്നെ ആയാലും ഞങ്ങളുണ്ടാവും കൂടെ. ചേച്ചിക്ക് അറിയാലോ, ഐശ്വര്യടുത്തിയും അരുണേട്ടനും ഒരുമിച്ച് ജീവിക്കുന്നേ ഉള്ളൂ. മനപ്പൊരുത്തമില്ല. ജീവിതത്തിലാകെ അസ്വസ്ഥന അരുണേട്ടൻ. ഐശ്വര്യടുത്തിയുടെ രീതികളുമായി അരുണേട്ടൻ ഒത്തുപോകാനാവുന്നില്ല. പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അരുണേട്ടൻ. ശ്രീകുട്ടിയാ ഇപ്പൊ അരുണേട്ടന്റെ ഏക ആശ്വാസം. അതാ അരുണേട്ടൻ എപ്പോഴും ഇങ്ങനെ മോളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി നമ്മളായിട്ട് ആ സന്തോഷം കളയണോ? സ്വന്തം അച്ഛനാണെന്ന് അറിയില്ലെങ്കിലും ശ്രീകുട്ടിക്ക് അരുണേട്ടനെ അത്രയ്ക്ക് ഇഷ്ടം. അച്ഛനെയും മകളെയും നമ്മൾ വേർപിരിക്കണോ? ആ സന്തോഷം കളയണോ? ചേച്ചി ആലോചിക്ക.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ രക്ഷിക്കാനുള്ള പണിയാണോ? ആരുടെ മുന്നിലും ഒരിടത്തും ഒരു കാര്യത്തിലും നമ്മൾ തോൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വിധം മോക്ക് ഞാൻ പറഞ്ഞുതരാം. ശരി ദേവമ്മേ. ഈ ആപത്തിന്ന് അമ്മ എന്നെ രക്ഷപ്പെടുത്താൻ തന്നെയാ. ആദ്യം നമുക്ക് പൂരി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ശരി ദേവമ്മേ. അതിനായി ആദ്യം ഒരു 4-5 ഉരുളക്കിഴങ്ങെടുത്ത് കുക്കറിൽ വെച്ച് വേവിക്കണം. അതെ, കുറച്ച് വെള്ളത്തില് അത് കുക്കറിലിട്ട് വേവിക്കണം. ഇനി ഒരു ബേസിനില് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. അതില് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കുഴയ്ക്കുക. കനത്തില്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്ത് മറിമായി? ഇവിടെ വിളഞ്ഞ വിത്തല്ലേ, കൊയ്തെടുത്ത വിത്ത. ഇങ്ങോട്ട് പോയി മോളെ, ഇന്ന് മാറിയില്ല. അല്ല, അവിടെ ഇങ്ങോട്ട് വിളമ്പ് മോളെ. പൂരി മസാലയുടെ മണം കേട്ടപ്പോഴേ തൃപ്തിയായി. കാർത്തിക്കൂട്
സൂപ്പർ ടേസ്റ്റ്. നല്ല ഒന്നാം തരം പൂരി, അതിനേക്കാളും മികച്ച മസാല. ഇതാണ് കൈപ്പുണ്യം. മേലുമോളെ കണ്ട് പഠിക്കടി. നീ അവിയലുണ്ടാക്കിയാൽ അത് ചവിയലാകും, സാമ്പാർ ഉണ്ടാക്കിയാൽ അത് പമ്പയാറ് പോലും, പുളിശ്ശേരി ഉണ്ടാക്കിയാലേ എരിശ്ശേരിയാവും. മനുഷ്യ വേണമെങ്കിൽ തിന്നച്ചു പോ. എങ്ങനെയുണ്ട് മോനെ ഫുഡ്? കാർത്തി, അമ്മയ്ക്ക് ഒരു 2000 രൂപ വേണമായിരുന്നു. ഇനി തന്നു, ഞാൻ എടുത്തോളാം. ഫുഡ് കഴിച്ചിട്ട് എന്റെ അമ്മാവ് നല്ലതാണെന്ന് പറഞ്ഞു. ACP എന്താ ഒരു അഭിപ്രായം പറയാത്ത? ACP എന്താ? അല്ല, ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഫുഡല്ലേ, അതെങ്ങനെയുണ്ടെന്ന്. ഇതാണോ ഫുഡ്? പൂരി മസാല ഉണ്ടാക്കിയിരിക്കുന്നു. ഗോതമ്പ് കുഴച്ച് എണ്ണയിലിട്ട് വേവിച്ചെടുത്ത അത് പൂരിയാവോ? വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാത്ത ആഹാരം, ഒരു രുചിയില്ല. ഒരു രുചിയില്ലായിരുന്നെങ്കിൽ ആന കരിമ്പും കാട്ടി കയറിയ പോലെ ചടപടാന്ന് 4 പൂരിയും 1 കപ്പ് മസാലയും തട്ടിവിട്ടത് എന്തിനാ? രുചിയില്ലാത്ര. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഒരു 10-15 പൂരിയും ഈ മസാല മൊത്തവും തട്ടിവിട്ടേനെ. ഇവിടുത്തെ പൂച്ച പോലും പട്ടിണിയായി പോവായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.